മിസ് ചെയ്തില്ലേ രുദ്ര? സ്നേഹ ചോദിച്ചു. അപ്പോൾ രുദ്രൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ സ്നേഹ? പിന്നെ എന്തിനു മിസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നേ? അതെന്താടോ? അപ്പോൾ ഫ്രണ്ട്സിനെ മിസ് ചെയ്യില്ലേ? ലവറിനെ മാത്രമേ മിസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. അവൾ കുസൃതിയോടെ അവനോട് ചോദിച്ചു. അപ്പം അവൻ അവളെ ഒന്ന് നോക്കി. അവൾ അവൻ്റെ കൈയെടുത്ത് അവളുടെ കൈയുടെ മേലെ വെച്ചു. എന്തൊരു ചൂടാ തൻ്റെ കൈക്ക്! അവൾ പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു. രുദ്രൻ ദേഷ്യം വന്നു. പക്ഷെ രുദ്രൻ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്തു. എടോ കൈവിടും, എനിക്ക് വർക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കൈ വിടിയിപ്പിച്ച് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. രുദ്രൻ അവൻ്റെ കൈ തട്ടി മാറ്റിയതിന് സ്നേഹയുടെ ഉള്ളിൽ ദേഷ്യമുണ്ട്. എന്നാലും അവൾ അത് ഉള്ളിൽ ഒതുക്കി. സ്നേഹ രുദ്രൻ്റെ അടുത്ത് താടിയിൽ കൈവച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്ത് ചന്തമാണ് ഈ ചെക്കന്, അവൾ മനസ്സിൽ ഓർത്തു. അവൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രുദ്രൻ്റെ ഭാര്യയുടെ എൻട്രി, അതായത് ഗായത്രി അവിടേക്ക് വരുന്നത്. ഗായത്രിക്ക് സ്നേഹയുടെ ആ നോട്ടം അത്ര ഇഷ്ടാവില്ലല്ലോ. അവൾ മെല്ലെ നടന്ന് രുദ്രൻ്റെ ക്യാബിനിലേക്ക് എത്തി. ഇവളെന്തിനാ ഇവൻ ഇങ്ങനെ നോക്കുന്നത്? ഗായത്രി മനസ്സിൽ ആലോചിച്ചു. ഗായത്രിയെ കണ്ടതും രുദ്രൻ വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ സ്നേഹ രുദ്രനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോഴും ചുറ്റും നടക്കുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പരിസരം തന്നെ മറന്നുപോയി എന്ന് വേണേ പറയാം. അവൾ വീണ്ടും വീണ്ടും കണ്ണെടുക്കാതെ രുദ്രനെ നോക്കുന്നത് കണ്ടപ്പോൾ ഗായത്രിക്ക് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി. അവളുടെ കണ്ണുകളൊക്കെ ചുവന്നു. അവൾ ഒരു നിമിഷം രുദ്രനെ നോക്കി നിന്നു. രുദ്രൻ്റെ മനസ്സിൽ, ഈശ്വര, എൻ്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്ന ചിന്തയായിരുന്നു. സ്നേഹ! ഗായത്രി ശക്തിയോടെ വിളിച്ചു. അത് കേട്ട് ഞെട്ടി സ്നേഹ എഴുന്നേറ്റു. എന്താ മേഡം? ഞാൻ വന്നിട്ട് എത്ര നേരമായി? താനെന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? രുദ്രനെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം ഗായത്രി സ്നേഹയോട് ചോദിച്ചു. അത് മേഡം, സോറി, കുറേ നാളായിട്ട് ലീവായിരുന്നില്ലേ, അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരുന്നു പോയതാ. ഇനി അങ്ങനെ ഉണ്ടാവില്ല മേഡം, സ്നേഹ മറുപടി നൽകി. അത് കേട്ടപ്പോൾ ഗായത്രി പിന്നെ ഒന്നും മിണ്ടിയില്ല. രുദ്രനോടായി പറഞ്ഞു. രുദ്ര, നമുക്ക് ഉച്ചയ്ക്ക് ഒരു കമ്പനിയിലേക്ക് പോകണം. പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. താൻ എൻ്റെ കൂടെ വരണം. തൻ്റെ വർക്കൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക് വേഗം എന്ന് ഗായത്രി രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് ദേഷ്യത്തോടെ ഉള്ളിലേക്ക് പോയി. ഗായത്രിയുടെ ദേഷ്യം നിറഞ്ഞ നോട്ടവും സ്നേഹയോടുള്ള പെരുമാറ്റവുമെല്ലാം രുദ്രനെ ശരിക്കും അമ്പരിപ്പിച്ചു. ഗായത്രിക്ക് തന്നോടുള്ള ഇഷ്ടം വെളിപ്പെടുത്തുന്നതായിരുന്നു അവളുടെ പ്രതികരണമെന്ന് രുദ്രന് മനസ്സിലായി. അതുകൊണ്ടല്ലേ സ്നേഹയുടെ ആ നോട്ടവും ഒന്നും അവൾക്ക് ഇഷ്ടാവാണ്ടിരുന്നത്. ഗായത്രിയുടെ നോട്ടവും അവളുടെ നിർബന്ധത്തോടുള്ള ആ ക്ഷണവും ഒക്കെ രുദ്രന് സന്തോഷം നൽകി. കൂടാതെ ആ സ്നേഹയുടെ സാമീപ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ. ആകെ ത്രില്ലിലായിരുന്നു രുദ്രൻ. എന്നാൽ സ്നേഹയാവട്ടെ ഗായത്രി വന്ന് പോയതും അവളുടെ മുഖം ആകെ വാടി. എന്നിട്ട് രുദ്രനോട് പറഞ്ഞു, എന്ത് കഷ്ടം, ഇന്ന് മുഴുവൻ ഞാൻ തന്നെ കാണാ തൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാണ്ടിരുന്നതാ, എല്ലാ രാക്ഷസി വന്ന് കൊളമാക്കി. അവൾ പറഞ്ഞു. ഗായത്രിയെ രാക്ഷസി എന്ന് വിളിച്ചത് രുദ്രന് ഇഷ്ടാവില്ലല്ലോ. രുദ്രൻ അവളെ ഒന്ന് തുറച്ചു നോക്കി. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവൻ അവളോട് പറഞ്ഞു, എനിക്ക് വർക്കുണ്ട് സ്നേഹ, എനിക്ക് വർക്ക് ഫിനിഷ് ചെയ്യണം. ഇവിടെ നിന്ന് താൻ എന്നെ ബുദ്ധിമുട്ടിക്കാതെ പോയേ എന്ന്. അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ഒരു നുള്ളിയിട്ട് പോയി. അവളുടെ ഈ തൊടലും പിടിക്കലൊന്നും അവന് ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് വെളിയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. രുദ്രൻ മാക്സിമം അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഗായത്രിയാണ്. ഇവൻ്റെ ദേഷ്യം കൊണ്ട് ഗായത്രിക്ക് ഇവനോടുള്ള ഇഷ്ടം കുറയോ എന്നൊരു പേടി രുദ്രനുണ്ട്. അങ്ങനെ ഉച്ചയായി. ഉച്ച കഴിഞ്ഞപ്പോൾ ഗായത്രിയുടെ കൂടെ രുദ്രനും ആ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഗായത്രി നിർബന്ധിച്ച് രുദ്രനെ ബാക്കിലിരുത്തി. കാർ മുന്നോട്ട് പോകുമ്പോൾ അവൾ അവനോട് ചോദിച്ചു, എന്തായിരുന്നു രുദ്ര ഉച്ചയ്ക്ക് ക്യാബിനിൽ എന്ന്. രുദ്രൻ ഗായത്രിയെ നോക്കി. എന്തു മാഡം, മനസ്സിലായില്ല? അവൻ അറിയാത്ത ഭാവം നടിച്ചു. ഗായത്രി അവനെ ഒന്നും കൂടി കൂർപ്പിച്ചു നോക്കി. എന്തായിരുന്നു സ്നേഹയായിട്ടോ? എന്താ മാം, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, രുദ്രൻ മറുപടി നൽകി.
അവന് ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ചിരി കൺട്രോൾ ചെയ്തു. സുഹൃത്തുക്കൾ മാത്രമാണോ? പിന്നെന്തിനാ അവൾ നിന്നെ ഒരുമാതിരി നോക്കിയത്? ഗായത്രിയുടെ സ്വരത്തിൽ കുശുമ്പ് കലർന്നിട്ടുണ്ടായിരുന്നു. രുദ്രൻ ഗായത്രിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അത് അവളോട് തന്നെ ചോദിക്കണമെന്ന്. പക്ഷേ ഞാൻ അവളെ എൻ്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത് എന്നും അവൻ ഉറച്ചു പറഞ്ഞു. ഗായത്രി അവനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, സത്യമാണോ എന്ന്. അപ്പോൾ അവൻ ആണെന്ന രീതിയിൽ തലയാട്ടി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. അപ്പോൾ ഗായത്രിയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. എൻ്റെ പെണ്ണിന് കുശുമ്പൊക്കെ ഉണ്ടല്ലേ, അവൻ മനസ്സിൽ വിചാരിച്ചു. ഗായത്രി പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്ക് വേണ്ട ഉത്തരം കിട്ടിയല്ലോ. അങ്ങനെ ഗായത്രി രുദ്രനും കൂടി PK കൺസ്ട്രക്ഷൻ എന്ന വലിയ കമ്പനിയിലേക്ക് എത്തി. റിസപ്ഷനിലുള്ള പെൺകുട്ടിയോട് ചന്ദ്രമംഗലം കൺസ്ട്രക്ഷനിൽ നിന്നും CEO ഗായത്രി ചന്ദ്രശേഖരും അസിസ്റ്റന്റ് രുദ്രനും വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അല്പസമയത്തിന് ശേഷം ആ പെൺകുട്ടി വിവരമറിയിച്ചതിൻ്റെ പേരിൽ CEO അവരുടെ ക്യാബിനിലേക്ക് കയറാനായി ഗായത്രിയെയും രുദ്രനെയും ക്ഷണിച്ചു. ഒരു 35-നടുത്ത് പ്രായം തോന്നിക്കുന്ന ഉറച്ച ശരീരമുള്ള ഒരാൾ, പേര് ജോൺ. അതായിരുന്നു ആ കമ്പനിയിലെ CEO. അവർ അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവർ സംസാരിക്കുമ്പോൾ അയാളുടെ നോട്ടം ശരിയായിരുന്നില്ല. അത് ഗായത്രിയിലായിരുന്നു. രുദ്രൻ അത് ശ്രദ്ധിച്ചു. അയാൾ ഗായത്രിയുടെ ശരീരത്തിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല. അത് രുദ്രന് അരോചകമായി തോന്നി. അവൻ്റെ മുഖമൊക്കെ ചുവന്നുപോയി. അവരുടെ സംസാരം കഴിഞ്ഞപ്പോൾ അയാൾ ഗായത്രിയെ നോക്കി ഒന്ന് വല്ലാതെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗായത്രി, ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഈ പ്രൊജക്റ്റ് തരുന്ന വകയിൽ എനിക്കും ചില ഗുണങ്ങൾ ഉണ്ടാവണ്ടേ? അയാൾ ചോദിച്ചു. ഗായത്രിക്ക് എന്തോ പന്തികേട് തോന്നി. എന്താ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഉറച്ച ശബ്ദത്തോടു കൂടി ഗായത്രി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ അയാൾ രുദ്രനെ ഒന്ന് നോക്കിയ ശേഷം അവനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ രുദ്രൻ ഗായത്രിയെ നോക്കി. ഗായത്രി സമ്മതം പറഞ്ഞപ്പോൾ അവന് പുറത്തുപോയി നിന്നു. പക്ഷേ രുദ്രന് പുറത്തു പോവാൻ മനസ്സില്ലായിരുന്നു. എന്തായിരിക്കും മാഡത്തിനോട് അയാൾ ആവശ്യപ്പെടുക? അവൻ വേവലാതിപ്പെട്ടു. രുദ്രന് ആകെ എന്തൊക്കെയോ പോലെയായി. ഗായത്രി പറഞ്ഞിട്ടും താൻ പോവാണ്ടിരുന്ന ഗായത്രി ദേഷ്യപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പുറത്തേക്ക് പോയത്. രുദ്രന് നിൽപ്പ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അകത്ത് ഗായത്രി വളരെ ധൈര്യത്തോടെ ചോദിച്ചു, എന്താ തനിക്ക് വേണ്ടത് എന്ന്. അപ്പോൾ അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു, അത് ചോദിച്ചല്ലോ. എനിക്ക് വേണ്ടത് തന്നെയാണ് ഈ ഗായത്രി. അയാൾ ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. ഗായത്രി സംശയത്തോടെ അയാളെ നോക്കി. അപ്പോൾ അയാൾ തുടർന്നു, ഞാൻ മാരീഡാണ്. പക്ഷെ എൻ്റെ ഭാര്യ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്കൊരു ഭാര്യയെ വേണം. നോ, ഗേൾ ഫ്രണ്ടിനെ വേണം. എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ ഗായത്രി തനിക്ക്? അതിനുള്ള ഗുണം ഗായത്രിക്ക് എന്തായാലും ഉണ്ടാവും. എന്തു പറയുന്നു? ഗായത്രിയെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഈ പ്രപ്പോസൽ തന്നെ നിങ്ങളുടെ കമ്പനിയിലേക്ക് അയച്ചത്. അയാൾ നിറഞ്ഞ ചിരിയോടെ ഗായത്രിയോട് പറഞ്ഞു. ഗായത്രിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവൾ അയാളെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എടോ, തൻ്റെ ഈ ഉണക്ക പ്രൊജക്റ്റ് എനിക്ക് വേണ്ട. പിന്നെ തൻ്റെ ഗേൾ ഫ്രണ്ട് ആവാനുള്ള ഗതികേടൊന്നും എനിക്കില്ല എന്ന്. അവളുടെ വാക്കുകൾക്കും നോട്ടത്തിനും നല്ല മൂർച്ചയുണ്ടായിരുന്നു. വാവ്, ഇതാണ് എനിക്ക് വേണ്ടത് ഗായത്രി. നീ ഒരു നിസ്സാര പെണ്ണല്ല. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ആണിനെ കീഴ്പ്പെടുത്താൻ കഴിവുള്ളവളാണ്. ഇങ്ങനെയൊന്നിനെ കിട്ടാൻ ഏത് പുരുഷനും ആഗ്രഹിക്കും, ഈ ഞാനും എന്നു പറഞ്ഞ് അയാൾ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ നോട്ടം അയാളെ തടഞ്ഞു. എന്താ ഡിയർ, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിന്റെ ഹസ്ബൻഡ് നിന്റെ കൂടെ ഇല്ലല്ലോ. തനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്തിനാ തൻ്റെ ഇത്രയും ചന്തമുള്ള മേനി നശിപ്പിച്ചു